ഹലോ എവരിവൺ. നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ബിഗ് ബ്ലൂ ബട്ടൺ എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എങ്ങനെ ഓൺലൈൻ വീഡിയോസ് ചെയ്യാമെന്നാണ് നമ്മൾ കണ്ടത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഗൂഗിൾ മീറ്റ് ആപ്പ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ചെയ്യാം, ഒരു ഓൺലൈൻ ക്ലാസ് നമുക്ക് എങ്ങനെ ഷെഡ്യൂൾ ചെയ്യാം, അറേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളൊരു ഗൂഗിൾ ക്ലാസ് റൂം നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്നു. ഈ ഗൂഗിൾ ക്ലാസ് റൂമിൽ നമുക്ക് നോക്കാം, ഇവിടെ സ്ട്രീം, ക്ലാസ് വർക്ക്, പീപ്പിൾ, ഗ്രേഡ്സ് ഉണ്ട്. ഇതിനകത്ത് സ്ട്രീം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു മീറ്റിംഗ് ലിങ്ക് കാണാം. ഈ മീറ്റിംഗ് ലിങ്ക് സ്റ്റുഡൻസിനും വിസിബിൾ ആണ്. അവർക്കും ഈ ഡയറക്റ്റ് ആയിട്ട് ഈ മീറ്റിംഗ് ലിങ്കിലേക്ക് കയറി എപ്പോഴാണോ നമ്മൾ ഒരു ഡേറ്റ് ആൻഡ് ടൈം പറയുന്നത് ആ സമയത്ത് അവർക്ക് കയറിയത് ഒരേ സമയത്ത് വന്ന് കാണാൻ സാധിക്കും. പക്ഷെ അതിനേക്കാളും ഫീസിബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഷെഡ്യൂൾ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഷെഡ്യൂൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ക്ലാസ് വർക്കിലേക്ക് പോകണം. ഇവിടെ നമുക്ക് ഗൂഗിൾ കലണ്ടർ ഉണ്ട്, ക്ലാസ് ഡ്രൈവ് ഫോൾഡർ ഉണ്ട്. എന്ന് വെച്ചാൽ ഈ ഗൂഗിൾ കലണ്ടർ എന്ന് വെച്ചാൽ നമ്മൾ ഷെഡ്യൂൾ ചെയ്യാം. നമ്മൾ ഡേറ്റ് ആൻഡ് ടൈം വെച്ചിട്ട് നമ്മൾ ഷെഡ്യൂൾ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടുന്ന് ഗൂഗിൾ കലണ്ടർ എടുക്കാം, അല്ലെങ്കിൽ 3x3 ഡോട്ട് മെട്രിക്സിൽ നിന്ന് നമുക്ക് ഇവിടുന്ന് കലണ്ടർ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഗൂഗിൾ കലണ്ടർ എടുക്കുക. അപ്പോൾ നമ്മുടെ കലണ്ടർ ഓപ്പൺ ആയിട്ട് വരും. നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിൽ കാണുന്ന സെയിം കലണ്ടർ തന്നെയാണ് നമ്മളിവിടെ കാണുന്നത്. ഇനി ഇപ്പൊ ഇതുവരെ ചെയ്തിരിക്കുന്ന ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ആക്ടിവിറ്റീസ് ഒക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ നമ്മൾ ക്രിയേറ്റ് എന്നൊരു ബട്ടൺ നമ്മൾ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു വിൻഡോ വരും. ഇവിടെ മോർ ഓപ്ഷൻസ് എടുക്കുക. അപ്പോൾ ഈ ഒരു വിൻഡോ വരും. ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാം നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്ത് ക്ലാസ് ആണ്. ഓൺലൈൻ ക്ലാസ് ഓൺ മെഷീൻസ്. ഏത് ദിവസമാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊരു ഷെഡ്യൂൾ ചെയ്യാം. സാറ്റർഡേ. നമുക്കൊരു ടൈം നമുക്ക് ഫിക്സ് ചെയ്യാം, 11 AM to 12 PM. ഇത് ഏതൊക്കെ ദിവസം നമുക്ക് റിപ്പീറ്റ് ചെയ്യാം, ഓൾ ഡേ നമുക്ക് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം. ഇനി ഏതെങ്കിലും പർട്ടിക്കുലർ ടൈമിൽ ഓരോ ദിവസവും അല്ലെങ്കിൽ വീക്ക്ലി അങ്ങനെ ഏത് രീതിയിലാണ് നമ്മുടെ ക്ലാസ് നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടത് അത് നമുക്ക് ഇവിടെ നേരത്തെ തന്നെ നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാനുള്ള സൗകര്യമുണ്ട്. അതാണ് ഗൂഗിൾ കലണ്ടർ വഴി ഗൂഗിൾ മീറ്റ് ചെയ്താലുള്ള ഉപയോഗം. അതുപോലെ തന്നെ റെക്കോർഡിക്കലായിട്ട് കിടക്കുകയും ചെയ്യും. കാരണം നമ്മൾ ഓൾ ഓഫ് എ സഡൻ ഒരു മീറ്റിംഗ് വിളിക്കുന്നതിനേക്കാളും എപ്പോഴും നല്ലത് എപ്പോഴും ഇത് ഷെഡ്യൂൾ ചെയ്യുക എന്നുള്ളതാണ്. ഇനി നമ്മൾ ഇവിടെ താഴെ നമുക്ക് നോക്കി ആഡ് ഗൂഗിൾ മീറ്റ് വീഡിയോ കോൺഫറൻസിങ്. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീറ്റിംഗ് ID ഇവിടെ ജനറേറ്റ് ചെയ്ത് വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ മീറ്റിംഗ് ID. ഈ മീറ്റിംഗ് ID വെച്ചിട്ട് കുട്ടികൾക്ക് ഇതിനകത്തേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. ഇനി നമ്മളിപ്പോൾ 11 മണിക്കാണ് നമ്മൾ ലെക്ചർ വെച്ചിരിക്കുന്നത്. അത് നമുക്ക് 11 മണിക്ക് മുമ്പ് എത്ര തവണ കുട്ടികൾക്ക് നോട്ടിഫിക്കേഷൻ പോകണം എന്നുള്ളതാണ് ഈ നോട്ടിഫിക്കേഷൻ കോളം ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ 10 minutes ബിഫോർ നമുക്കൊരു നോട്ടിഫിക്കേഷൻ പോകാം. അതുപോലെ തന്നെ നമുക്കൊരു 20 minutes ബിഫോർ നമുക്കൊരു കുട്ടികൾക്ക് നോട്ടിഫിക്കേഷൻ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ 20 എന്ന് നമുക്ക് കൊടുക്കാം. ഇനി നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള മെസ്സേജ് കുട്ടികൾക്ക് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നമുക്ക് എഴുതാം, ഡിയർ സ്റ്റുഡൻസ് പ്ലീസ് ഫോളോ code of ethics of online meeting. Regards, your teacher. ഇനി നമുക്ക് ഇവിടെ ഗസ്റ്റുകളെ ആഡ് ചെയ്യാം. ഇതൊരു GCOട്ടിലുള്ള ഇമെയിൽ ID ആണെങ്കിൽ നമുക്ക് ക്ലാസ് റൂം ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഇമെയിൽ അഡ്രസ്സസ് നമ്മൾ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ സേവ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഗൂഗിൾ ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും 6-ാം തീയതി 11 മണി മുതൽ 12 മണി വരെ ഓൺലൈൻ ക്ലാസ് ചെയ്തിട്ടുണ്ട് എന്ന്. ഇനി നമുക്ക് ഈ ക്ലാസ്സിലേക്ക് പോകാനായിട്ട് ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ മെയിലിൽ നിന്ന് നമുക്ക് കയറാം. ഇവിടെ നമ്മൾ ജോയിൻ വിത്ത് ഗൂഗിൾ മീറ്റ് കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ലിങ്ക് കുട്ടികൾക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ലിങ്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ മീറ്റിംഗ് ID ആയിട്ട് നമുക്ക് എൻ്റർ ചെയ്താലും നമുക്ക് ഗൂഗിൾ മീറ്റിംഗിലേക്ക് നമുക്ക് കയറാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ജോയിൻ വിത്ത് ഗൂഗിൾ മീറ്റ് കൊടുക്കുമ്പോൾ ഗൂഗിൾ മീറ്റിന്റെ വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഇതാണ് നമ്മുടെ ഗൂഗിൾ മീറ്റിന്റെ വിൻഡോ. ഗൂഗിൾ മീറ്റിന്റെ വിൻഡോ ഓപ്പൺ ആയിട്ട് വരുമ്പോൾ ആദ്യം തന്നെ അത് ക്യാമറയും മൈക്രോഫോണും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ചോദിക്കും. അപ്പോൾ നമ്മൾ ക്യാമറ വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാമറ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. മൈക്രോഫോൺ വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മൈക്രോഫോൺ ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടൈറ്റിൽ നമുക്കിവിടെ കാണാം, ഓൺലൈൻ ക്ലാസ് ഓൺ മെഷീൻസ്. അപ്പോൾ ഈ കുട്ടികൾക്ക് എല്ലാവർക്കും ഈ ഒരു റിമൈൻഡർ പോയിട്ടുണ്ട്, നമ്മൾ എപ്പോഴാണ് ഏത് ക്ലാസ് എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് കൃത്യമായിട്ട് കുട്ടികളുടെ ഇമെയിലിലേക്ക് നോട്ടിഫിക്കേഷൻ പോവുകയും ചെയ്യും. ഇനി നമുക്ക് ജോയിൻ നൗ ഉണ്ട്, പ്രസന്റും ഉണ്ട്. കുട്ടികൾ എല്ലാവരും ജോയിൻ നൗ കൊടുത്ത് കയറണം. നമ്മളും ജോയിൻ നൗ കൊടുത്ത് അതിനുശേഷം നമ്മൾ പ്രസന്റ് മോഡിലേക്ക് നമുക്ക് മാറാൻ കഴിയുന്നതാണ്. കുട്ടികൾ എല്ലാവരും കയറുമ്പോഴത്തേക്കും മ്യൂട്ടാക്കി വീഡിയോയും ഓഫാക്കിയിട്ട് മാത്രം കയറാൻ പറയുക. അപ്പോൾ നമുക്ക് പല രീതിയിലുള്ള സൗണ്ടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളിവിടെ ജോയിൻ നൗ കൊടുത്തിട്ട് നമ്മൾ നമ്മുടെ മീറ്റിംഗ് റൂമിലേക്ക് നമ്മൾ കയറുക. ഇതാണ് നമ്മുടെ മീറ്റിംഗ് റൂം ഓപ്പൺ ആയി വരുന്നത്.
അപ്പോൾ പാർട്ടിസിപ്പൻസ് ഒന്നും ഇല്ലാത്തത് കാരണം ഇവിടെ നമുക്ക് ഒരാളെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് കോമൺ ആയിട്ട് ചാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചാറ്റ് വിൻഡോ എടുത്തിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാം. കോമൺ മെസ്സേജസ് ഇവിടുന്ന് പോവുകയും ചെയ്യുന്നതാണ്. ഇനി നമ്മുടെ കറണ്ട് ടൈം നമുക്ക് ഇവിടെ കാണാം. അതുപോലെ തന്നെ ഈ ജി സ്യൂട്ടിലുള്ള ഇമെയിൽ ഐ ഡിയിൽ വെച്ചിട്ട് ഗൂഗിൾ മീറ്റ് നടത്തിയിട്ടെങ്കിൽ റെക്കോർഡിംഗ് ഓപ്ഷൻ അവൈലബിൾ ആണ്. പേഴ്സണൽ ഇമെയിൽ ഐ ഡിയിൽ റെക്കോർഡിംഗ് ഓപ്ഷൻ അവൈലബിൾ അല്ല. അപ്പോൾ നമ്മളിവിടെ 3 ഡോട്ട് ബോട്ടം റൈറ്റിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മുകളിൽ നമുക്ക് റെക്കോർഡ് മീറ്റിംഗ് ഓൺ ആക്കാവുന്നതാണ്. അപ്പോൾ ഒരു കൺസെന്റ് ചോദിക്കും, നമ്മൾ മീറ്റിംഗ് റെക്കോർഡ് ചെയ്യുകയാണെന്നും പറഞ്ഞ് ആ മെസ്സേജ് എല്ലാവർക്കും പോവുകയും ചെയ്യും. അപ്പോൾ നമ്മളുടെ അക്സെപ്റ്റ് കൊടുക്കുക. അപ്പോൾ മീറ്റിംഗ് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങും. റെക്കോർഡിംഗ് വിൽ സ്റ്റാർട്ട് സൂൺ. മുകളിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കണ്ടറിയാം അവിടെ ഈ റെക്കോർഡിംഗ് എന്നുള്ളത് ചുമന്ന കളറായിട്ട് മാറി അത് റെക്കോർഡ് ചെയ്യാനായിട്ട് തുടങ്ങുന്നതായിട്ട്. ഇനി നമുക്ക് പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഒന്നുകിൽ നമുക്ക് നമ്മുടെ സംസാരം മാത്രമേ ഉള്ളൂവെങ്കിൽ നമുക്ക് വീഡിയോയും ഓണാക്കി ഓഡിയോയും ഓണാക്കി നമുക്ക് സംസാരിക്കാം. അതുപോലെ നമുക്ക് ഏതെങ്കിലും പവർ പോയിന്റ് പ്രസന്റേഷൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് പ്രൊജക്റ്റ് ചെയ്ത് പിള്ളേർക്ക് കാണിക്കാൻ സാധിക്കുന്നതുമാണ്. അപ്പോൾ നമ്മൾ ബിഗ് ബ്ലൂ ബട്ടൺ കണ്ടിരുന്നു. ബിഗ് ബ്ലൂ ബട്ടണിൽ നമുക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, നമ്മുടെ PPT അതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യായിരുന്നു. അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് ഗൂഗിൾ മീറ്റിൽ ഇല്ല. അതുപോലെ തന്നെ ബിഗ് ബ്ലൂ ബട്ടണിൽ നമുക്ക് ഒരു വൈറ്റ് ബോർഡ് ഉണ്ടായിരുന്നു, അതിനകത്ത് നമുക്ക് എഴുതാൻ സാധിക്കും. അതുപോലെ തന്നെ കുട്ടികൾക്കും അതിനകത്ത് എഴുതാൻ സാധിക്കും. അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് ഗൂഗിൾ മീറ്റിൽ നിലവിലില്ല. അപ്പോൾ നമ്മളിവിടെ പ്രസന്റ് നൗ എന്ന് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ എന്താണ് പ്രസന്റ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. ഈ ഒരു എൻ്റെ സ്ക്രീൻ ആണോ, അല്ലെങ്കിൽ നമ്മുടെ ബ്രൗസറിന്റെ ഒരു ടാബ് ആണോ, അതോ ഏതെങ്കിലും ഓപ്പൺ ആയിട്ടിരിക്കുന്ന വിൻഡോ ആണോ. അപ്പോൾ നമ്മളിപ്പോൾ വിൻഡോ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ സിസ്റ്റത്തിൽ ഒരു പവർ പോയിന്റും ഒരു വേർഡ് ഡോക്യുമെന്റ് ഇവിടെ ഓൺ ആയിട്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പവർ പോയിന്റ് ഓൺ ആണെങ്കിൽ ആ പവർ പോയിന്റ് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ വേർഡ് ഡോക്യുമെന്റ് ആണെങ്കിൽ വേർഡ് ഡോക്യുമെന്റ് എടുക്കുക, ഷെയർ ചെയ്യുമ്പോഴത്തേക്കും ഈ സ്ക്രീനാണ് കുട്ടികളുടെ അടുത്തേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ പവർ പോയിന്റ് ആണെങ്കിൽ നമുക്കിത് ഫുൾ സ്ക്രീൻ മോഡിലേക്ക് ഇട്ടിട്ട് നമുക്ക് പ്രസന്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈസ് ഷെയറിങ് എ വിൻഡോ. അപ്പോൾ ഏത് വിൻഡോ ആണ് നമ്മൾ സെലക്ട് ചെയ്ത വിൻഡോ ആണ് നമ്മളിപ്പോൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എപ്പോൾ സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളവിടെ സ്റ്റോപ്പ് ഷെയറിംഗ് എന്ന് കൊടുക്കുക. അപ്പോൾ സ്റ്റോപ്പ് ഷെയറിംഗ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഷെയറിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ നമ്മൾ എന്ത് ആണ് ഷെയർ ചെയ്തുകൊണ്ടിരുന്നത് അത് കുട്ടികളിൽ നിന്ന് മാറി അതൊരു ബ്ലാങ്ക് സ്ക്രീനിലേക്ക് മാറുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ സ്റ്റോപ്പ് ഷെയറിംഗ് കൊടുക്കുക. നമ്മൾ ഗൂഗിൾ മീറ്റിൽ വന്നു. ഗൂഗിൾ മീറ്റിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കുട്ടികൾക്ക് കാണുമ്പോൾ നമുക്ക് രണ്ടെണ്ണമായിട്ടാണ് കാണുന്നത്. കാരണം നമ്മുടെ ഒരു സ്ക്രീൻ നമ്മൾ ഷെയർ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ വേറൊരു വിൻഡോയും കൂടെ നമ്മുടെ പേരിൽ വേറൊരു ഐക്കണും കൂടെ അവർക്ക് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്തെങ്കിൽ മാത്രമാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് കാണാൻ കുട്ടികൾക്കായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി നമുക്കിത് ഫുൾ സ്ക്രീൻ മോഡിൽ ഇടണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ഫുൾ സ്ക്രീൻ ഉണ്ട്. ചേഞ്ച് ലേ ഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ കുട്ടികളുണ്ടെങ്കിൽ അവരൊക്കെ എങ്ങനെ ആയിരിക്കണം അവരുടെ ലേ ഔട്ട്. 10 പേരുണ്ടെങ്കിൽ 10 പേരെ നമ്മൾ സൈഡിൽ കാണണോ, ഒരുമിച്ച് കാണണോ, അല്ലെങ്കിൽ സംസാരിക്കുന്ന ആൾ മാത്രമാണോ കാണേണ്ടത്, അതൊക്കെ നമുക്ക് ചേഞ്ച് ലേ ഔട്ടിൽ നമുക്ക് സാധിക്കുന്നതാണ്. ഈ ടേൺ ഓൺ ക്യാപ്ഷൻസ് ഓൺ ആക്കി ഇടുവാണെങ്കിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷ് ആണെങ്കിൽ കൃത്യമായിട്ട് അത് ഇംഗ്ലീഷ് ടൈപ്പ് അതൊരു ക്യാപ്ഷൻ രീതിയിലേക്ക് മാറി താഴെ എഴുതി വരും എന്താണ് സംസാരിക്കുന്നത് എന്നുള്ളത്. ഇനി എപ്പോഴാണോ നമുക്ക് ഈ റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യാൻ ലീവ് ദ കോൾ ചെയ്യാം. നമുക്ക് കാണാൻ സാധിക്കും എന്ത് ക്ലാസ്സിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കുകയും ചെയ്യും. അത് എങ്ങനെയാണ് എന്തൊക്കെ മെസ്സേജാണ് കുട്ടികൾക്ക് കൊടുത്തിരുന്നത്. ഇനി നമുക്ക് എന്തെങ്കിലും അറ്റാച്ച്മെന്റ്സ് നമ്മൾ കലണ്ടറിൽ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ നമുക്കത് ചെയ്യാൻ നമുക്കിവിടെ സാധിക്കും. ഇനി ലീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ലീവ് കോൾ കൊടുക്കുക. അപ്പോൾ ലീവ് ചെയ്യും. നമുക്ക് വേണമെങ്കിൽ റീജോയിൻ ചെയ്യാം. ഇതാണ് നമ്മൾ ഗൂഗിൾ മീറ്റ് വഴി നമ്മൾ എങ്ങനെ നമുക്ക് കുട്ടികളുമായിട്ട് ഓൺലൈനായിട്ട് സംസാരിക്കാം എന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ. ഓക്കെ, താങ്ക് യു എവരിവൺ.